ഹലോ അസ്സാം വലൈക്കും ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് അൽഹംദുലില്ലാ റാഹത്താണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ടാണ്. ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ 36ാമത്തെ സ്റ്റിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ 35ഓളം ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എംബ്രോയ്ഡറിയിലെ ബേസിക് ക്ലാസ്സുകളാണ് കേട്ടോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്കും കൂടെ ചെയ്തു വെക്കാം കേട്ടോ. അപ്പോൾ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അതിൽ 35ഓളം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 36ാമത്തെ ക്ലാസ്സാണ്. എംബ്രോയ്ഡറി ക്ലാസ് ആണ് കേട്ടോ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഒന്ന് 36ാമത്തെ ക്ലാസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ബീഡ്സ് വർക്കും ആരി വർക്കും സ്റ്റിച്ചിങ്ങും ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ നെയിം വന്നിട്ട് ടെസൽ സ്റ്റിച്ച് എന്നാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പോപ്പിളിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, 7.5 ഇഞ്ചിൻ്റെ ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രെയിം ക്ലോത്തിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ അതൊരു എംബ്രോയ്ഡറി സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിലൊരു പിക്ചറും കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. അതിൽ ലീഫുണ്ട്, പിന്നെ നമുക്ക് ടെസൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് സ്റ്റെമ്മും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റെമ്മാണ്. ഈ സ്റ്റെമ്മ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സ്റ്റിച്ചുകൾ ഉപയോഗിക്കാം. ആദ്യം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ. 2 സ്റ്റെമ്മിലും നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത് ബാക്ക് സ്റ്റിച്ച് തന്നെയാണ്. അതിനുശേഷം ഒന്നിൽ ബാക്ക് സ്റ്റിച്ച് വിത്ത് വിപ്പിടും, മറ്റേതിൽ ബാക്ക് സ്റ്റിച്ച് വിത്ത് വേവുമാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ 1ാമത്തെ ക്ലാസ് തന്നെ റണ്ണിങ് സ്റ്റിച്ച് ആയിരുന്നു, 2ാമത്തെ ക്ലാസ് റണ്ണിങ് വിത്ത് വിപ്പിട്, 3ാമത്തെ ക്ലാസ് റണ്ണിങ് വിത്ത് വേവ്, അങ്ങനെയായിരുന്നു നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് റണ്ണിങ് വിത്ത് വിപ്പിട് ചെയ്തു. 2ാമത്തേൽ ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് റണ്ണിങ് വിത്ത് വേവ് ചെയ്തു. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് റണ്ണിങ് വിത്ത് എന്നുള്ളതിന് പകരം നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സൈഡിൽ നിന്ന് ത്രെഡിൻ്റെയും ഓരോ സ്റ്റിച്ചുകൾ ഉണ്ടാവില്ലേ, അതിൻ്റെ ആ ത്രെഡിൻ്റെയും ക്ലോത്തിൻ്റെ ഇടയിലൂടെ നമ്മൾ നീഡിൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഒരേ സൈഡിൽ നിന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഞാനിങ്ങനെ നീഡിൽ കൊണ്ടുപോയിട്ട് വലിച്ചെടുക്കുകയാണ്. ഒരു ഉരുണ്ട രീതിയിലുള്ള ഒരു സ്റ്റിച്ചായിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ല സ്റ്റെമ്മ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ ഒരുപാട് രീതിയിൽ നമ്മളെ വീഡിയോസിലൊക്കെ നമ്മൾ സ്റ്റെമ്മ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെമ്മ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാക്ക് സ്റ്റിച്ച് വിത്ത് വേവാണ്. ബാക്ക് സ്റ്റിച്ച് വിത്ത് വേവ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് വിത്ത് വിപ്പിടാണല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരേ സൈഡിലൂടെ നമ്മളിങ്ങനെ നീഡിൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും. ബാക്ക് സ്റ്റിച്ച് വിത്ത് വേവ് എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നീഡിൽ മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ഒരേ സൈഡിൽ മാത്രമല്ല നീഡിൽ വലിച്ചെടുക്കുക. ആദ്യം ഒരു സൈഡിൽ നിന്ന് ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നീഡിൽ വലിച്ചെടുത്താൽ 2ാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ മറ്റേ സൈഡിൽ നിന്നാണ് കേട്ടോ നീഡിൽ വലിച്ചെടുക്കുക. ആദ്യം ഒരു സൈഡിൽ നിന്ന് നീഡിൽ വലിച്ചെടുക്കണു, 2ാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ മറ്റേ സൈഡിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. ആദ്യം വലതുഭാഗത്തു നിന്ന് നീഡിൽ വലിച്ചെടുത്താൽ 2ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഇടതുഭാഗത്തു നിന്നാണ് വലിച്ചെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് വിത്ത് വേവ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ മെസ്സേജ് അയക്കുക കേട്ടോ. ഫ്രീ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്കൊക്കെ ഞാൻ ഇതിലെ വീഡിയോസിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അവർ വീഡിയോസൊക്കെ കണ്ടിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസ് ഗ്രൂപ്പിൽ അയച്ചു തരാണ്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള കാരണം തന്നെ ഒരുപാട് പേരിങ്ങനെ ഫോട്ടോ അയക്കുമ്പോൾ പല രീതിയിലുള്ള ഡിസൈൻസ് ആയിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവർക്കും അത് കാണാനും പറ്റും, എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ നമ്പർ പിൻ ചെയ്തിട്ടിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും വാട്സപ്പൊക്കെ ഒരു ഹായ് അയച്ചിടാം. പിന്നെ നമ്മളെ എംബ്രോയ്ഡറി ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എംബ്രോയ്ഡറി ക്ലാസ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ചോദിച്ചിട്ട് തീർക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബീഡ്സ് വർക്കും ആരി വർക്കും ഒക്കെ കൊണ്ടുവരിക. എംബ്രോയ്ഡറിയുടെ നോട്ട്സിൻ്റെ വീഡിയോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 പാർട്ടായിട്ട് എംബ്രോയ്ഡറിയുടെ നോട്ട്സിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാർട്ടും കൂടെ വരാനുണ്ട് കേട്ടോ.
അപ്പോൾ 1 മുതൽ 30 വരെയുള്ള സ്റ്റിച്ചുകളാണ് 2 പാർട്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു 10 സ്റ്റിച്ചും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. 40 ബേസിക് സ്റ്റിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു 10 സ്റ്റിച്ചിൻ്റെയും കൂടി നമ്മളെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ 3-ാം പാർട്ടാക്കിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റെമ്മിലാണല്ലോ, പൂക്കളിൻ്റെ ഒക്കെ തണ്ടിലാണല്ലോ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ചിൽ നമുക്ക് ഒരുപാട് തരം സ്റ്റിച്ചുകൾ ഇതിൽ കൊണ്ടുവരാം കേട്ടോ. റണ്ണിങ് വിത്ത് വിപ്പഡ്, റണ്ണിങ് വിത്ത് വേവ്, അതുപോലെ ബാക്ക് സ്റ്റിച്ച്, ഡബിൾ ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, അങ്ങനെ ഒരുപാട് സ്റ്റിച്ചുകളുണ്ട്. സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച്, അതൊക്കെ നമുക്ക് ഈ സ്റ്റിച്ചുകളിൽ കൊണ്ടുവരാം. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചുകളൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഓരോ ഡിസൈനുകൾ കിട്ടും. പിന്നെ അതുപോലെ റണ്ണിങ് വിത്ത് വിപ്പഡും അതുപോലെ റണ്ണിങ് വിത്ത് വേവും അങ്ങനത്തെ ഒരുപാട് സ്റ്റിച്ചുകളുണ്ട്. ഒക്കെ ഔട്ട്ലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചുകൾ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിപ്പോൾ ഏത് ഡിസൈനിലാണ് ചെയ്യുക അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഇതിന് മുന്നേ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് ട്യൂലിപ്പ് ഫ്ലവറിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ആ ഫ്ലവറിൽ നമ്മൾ 3 തരം ഫ്ലവർ, ട്യൂലിപ്പ് ഫ്ലവർ തന്നെ 3 രീതിയിൽ നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 3 രീതിയിലും ഫ്ലവർ ചെയ്തതിലും നമ്മൾ അതിൻ്റെ സ്റ്റെമ്മ് ചെയ്തിട്ടുള്ളത് 3 രീതിയിലാണ്. ഒന്ന് ബാക്ക് സ്റ്റിച്ചിൽ ചെയ്തിട്ടുണ്ട്, ഒന്ന് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചും, ഒന്ന് സ്റ്റെം സ്റ്റിച്ചും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മളിങ്ങനെ ഫ്ലവേഴ്സ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇനിയും പുതിയ സ്റ്റെമ്മുകൾ സ്റ്റിച്ച് ചെയ്യണത് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതൊരു ഉപകാരമാവുമല്ലോ. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ ചോദിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റെമ്മ് സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റെമ്മിൽ നമ്മൾ ഒന്നിൽ റണ്ണിങ് വിത്ത് വിപ്പഡും ഒന്നിൽ റണ്ണിങ് വിത്ത് വേവുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിൽ 2-3 ലീഫ് വരുന്നുണ്ട്, അതിലും കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ടെസൽ ഫ്ലവർ ചെയ്തെടുക്കാമെന്നും കൂടെ നോക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഡിസൈനിലുള്ള സ്റ്റെമ്മിലുള്ള സ്റ്റിച്ചും അതുപോലെ ലീഫിലുള്ള സ്റ്റിച്ചും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ടെസൽ ഫ്ലവർ ചെയ്തെടുക്കാമെന്നും കൂടെ നോക്കാം. അതിനായിട്ട് ഞാൻ 2 കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. 2 ഫ്ലവറാണല്ലോ നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അത് ഓരോരോ കളറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ എംബ്രോയ്ഡറി ത്രെഡ്സൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഫ്ലവർ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ 3 വിരലിൽ ആണ് കേട്ടോ ഇതിങ്ങനെ ചുറ്റണത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇങ്ങനെ നമ്മളൊരു 15 പ്രാവശ്യം ത്രെഡ് കയ്യിലിങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചുറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറുമാണ്, അതുപോലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയുന്നതുമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇങ്ങനെ കൂട്ടി പിടിക്കാം കേട്ടോ.
അതിനുശേഷം അതൊന്നിങ്ങനെ മടക്കി നോക്കുക അതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന്. ആ ഭാഗം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടല്ലോ അവിടെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറ്റേ ഫ്ലവർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ വേറൊരു ത്രെഡ് എടുത്തിട്ടുണ്ട്, അതും 6.5 ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നീഡിൽ അടിയിൽ നിന്ന് കുത്തിയിരുത്തതിന് ശേഷം ആ ത്രെഡ് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ആ ഭാഗം ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതിനായിട്ട് നമ്മൾ 2 അല്ലെങ്കിൽ 3 സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കൊരു സാറ്റി സ്റ്റിച്ച് പോലെ കുറച്ച് ഭാഗം ചെയ്തെടുക്കാനുണ്ട്. നമുക്ക് 2 സൈഡിലും എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ത്രെഡ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ വിരിച്ചു കൊടുക്കാം കേട്ടോ. 2 പ്രാവശ്യവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കതൊന്ന് ഇങ്ങനെ കൂട്ടി പിടിക്കാം. ഇനി നമ്മൾ നേരത്തെ വരച്ചെടുത്തിട്ടുണ്ടല്ലോ അതിൽ ചെറിയൊരു ഭാഗമല്ലേ, ആ ഭാഗത്ത് നമ്മളൊരു സാറ്റിൻ സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കണം കേട്ടോ. അതും കൂടി ചെയ്താൽ നമ്മൾ ഏകദേശം ടെസൽ ഫ്ലവർ കംപ്ലീറ്റ് ആവാനായി. അപ്പോൾ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. ഒരുപാട് വ്യൂസ് നമ്മളെ വീഡിയോസിനൊക്കെ കിട്ടാറുണ്ട്, പക്ഷേ ലൈക്കും കമൻസും ഒക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫ്രീ ആയിട്ട് ഒരു ഫാഷൻ ഡിസൈൻ പഠിക്കാനുള്ള ഒരു അവസരമാണല്ലോ. അപ്പോൾ ആർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതാ സാറ്റിൻ സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, അടുപ്പിച്ച് ചെയ്യുന്നൊരു സ്റ്റിച്ചാണ്, ഫില്ലിങ് സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചെയ്ത് കൊടുത്താൽ നമ്മൾ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ സാറ്റിൻ സ്റ്റിച്ച് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ത്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ കട്ടർ വെച്ചിട്ട് നമ്മളിതൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ഷേപ്പും കൂടെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്നത് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, നല്ല ഈസിയുള്ളൊരു സ്റ്റിച്ചാണ്, അതുപോലെ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചും കൂടെയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ലെവലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അതാ രണ്ടാമത്തെ ഫ്ലവർ നമ്മൾ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു കോമ്പ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചീവി കൊടുത്താൽ സെറ്റ് ആവാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചുമാണ്, നല്ല ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. എല്ലാവരും ചെയ്തു നോക്കാം കേട്ടോ. ഒരു വീഡിയോ കാണുമ്പോൾ അത് അപ്പം തന്നെ നമ്മൾ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. കാരണം അതിങ്ങനെ ബാക്കിലേക്ക് വെച്ചാൽ നമുക്കൊക്കെ പാടായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ വർക്കൊക്കെ തരുമ്പോൾ പെട്ടെന്ന് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തരിക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് കാരണം കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ എടുക്കാൻ തോന്നാറ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളൊരു കൊമ്പ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചീവി കൊടുക്കുന്ന ടൈമിൽ നല്ല ഭംഗിയിൽ അത് കിട്ടും കേട്ടോ. നമ്മൾ ഫസ്റ്റത്തെ ഫ്ലവർ ചെയ്ത് കണ്ടില്ലേ, അപ്പോൾ കുറച്ച് ഫിനിഷിങ്ങിലാണല്ലോ അത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് കിട്ടും. കാരണം ഓരോ ത്രെഡിലും 6 ഇഴ ഉണ്ടല്ലോ. അപ്പോൾ ആ 6 ഇഴയും കൂടെ ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് വരാം.